ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പാവയ്ക്ക മസാലയാണ്. നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള പാവയ്ക്ക മസാല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മൂത്ത് പഴുക്കാറായതാണ്. ഈ ഇതിലും നമ്മൾക്ക് എടുക്കാം. പാവയ്ക്ക ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതേ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നീളത്തിൽ വളരെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നികരെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ വിനിഗർ ചേർത്ത് കൊടുക്കണം. വിനിഗർ ഇല്ലെങ്കിൽ പുളിയുടെ വെള്ളം ചേർത്താലും മതി. എന്നതിന് ശേഷം ഇത് 1 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ചൂടുവെള്ളത്തിൽ. ആ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഉണ്ടാക്കാനാണ്. ലോ ഫ്ലെയിമിലിടുക. ഒരു 4 കഷ്ണം പട്ട, 1.5 സ്പൂൺ മല്ലി, ഒരു 8 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം ചേർത്ത് നമ്മൾ ചെറിയ ചൂടിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച ആ പാവയ്ക്കയുടെ പീസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു 3/4 മണിക്കൂർ അളവിൽ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് സ്ട്രെയിനറിലാക്കി വെള്ളമെല്ലാം വാർത്ത് കഴുകിയെടുക്കണം. ഇനി നമ്മൾ അതേ ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഒരു 2.5 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു സവോള പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും, 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ചതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുക്കണം. പാവയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റുള്ള പാവയ്ക്കാണ്. ഏത് കഴിക്കാത്തവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ പാവയ്ക്ക ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് ആ ഓയിലിലും ഉപ്പിലും എല്ലാം കൂടി ആ പാവയ്ക്ക ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരുവിധം വെന്തിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി നമ്മൾക്കത് വേവുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അല്പം മുളക് പൊടി കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടികളുണ്ട്. അതിൽ ഇതാ മിക്സിയുടെ ജാറിലെല്ലാം ഉള്ളതെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. ഏത് കഴിക്കാത്തവരും കഴിച്ചോളും. ഒട്ടും കയ്പ്പ് അനുഭവപ്പെടില്ല. ഇനി നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടത് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പോരാ, 1 സ്പൂണ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കണം. മസാലകളൊക്കെ ഒന്ന് ചേർന്ന് നല്ല സെറ്റായി കിട്ടട്ടെ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടാലറിയാം വെള്ളമെല്ലാം വറ്റി പാവയ്ക്കെല്ലാം ശരിക്കും ഒന്ന് വെന്താ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതാ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പോരാത്ത കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ചെറിയൊരു പീസ് നാരങ്ങ നീരും കൂടി ചേർത്ത് ഒരു 1/2 സ്പൂണ് ഓയിലും കൂടി അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി പാവയ്ക്ക മസാല ഫ്രൈ
സൂപ്പറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തൈര് സാദം ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാം. ആ മസാലയൊക്കെ ഉണ്ടല്ലോ നല്ല ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതാ പാവയ്ക്ക കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ പാവയ്ക്ക മസാല ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ചോറിൻ്റെ കൂടെ ഈ ഒരു പാവയ്ക്ക ഫ്രൈ തന്നെ മതിയാവും, കറികൾ പോലും ഇതിന് ആവശ്യമില്ല. ഇന്ന് നമുക്ക് അല്പം തൈരുണ്ട്, പിന്നെ ഒരു മുരിങ്ങയില തോരനുണ്ട്. അപ്പോൾ അത് തൈര് സാദത്തിനും ലെമൺ റൈസിനും സൂപ്പറായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.